ആഗോളതലത്തിലെ സംഘർഷാവസ്ഥയും വിലക്കയറ്റവും കണക്കിലെടുത്ത് രാജ്യത്തെ കപ്പൽ ഗതാഗത മേഖലയ്ക്കും സർക്കാർ ജീവനക്കാർക്കും വലിയ ആശ്വാസ പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ. സമുദ്ര വ്യാപാരത്തിന് സുരക്ഷയൊരുക്കാൻ പ്രത്യേക ഇൻഷുറൻസ് ഫണ്ടും സർക്കാർ ജീവനക്കാർക്ക് ശമ്പള വർധനവുമാണ് കേന്ദ്ര മന്ത്രിസഭ പ്രഖ്യാപിച്ചത്. യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന കടൽ പാതകളിലൂടെ സഞ്ചരിക്കുന്ന ഇന്ത്യൻ കപ്പലുകൾക്കായി വാർ റിസ്ക് ഇൻഷുറൻസ് പൂൾ രൂപീകരിക്കും. 12,980 കോടി രൂപയാണ് ഇതിനായി സർക്കാർ നീക്കിവച്ചിരിക്കുന്നത്. വിദേശ ഇൻഷുറൻസ് കമ്പനികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും കുറഞ്ഞ നിരക്കിൽ കപ്പലുകൾക്ക് സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക. 10 വർഷത്തേക്ക് നടപ്പിലാക്കുന്ന ഈ പദ്ധതി ആവശ്യമെങ്കിൽ 15 വർഷം വരെ നീട്ടും. ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾക്കും ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള കപ്പലുകൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമായി ക്ഷാമബത്തയിൽ 2% വർധനവും വരുത്തി. ഇതോടെ DA നിലവിലെ 58% നിന്നും 60% ഉയരും. ഏകദേശം 50.46 ലക്ഷം ജീവനക്കാർക്കും 68.27 ലക്ഷം പെൻഷൻകാർക്കും ഇതിന്റെ ഗുണം ലഭിക്കും. ഈ തീരുമാനത്തിലൂടെ സർക്കാർ ഖജനാവിൽ പ്രതിവർഷം 6,791.24 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടാകുമെന്നും മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പവും ജീവിത ചെലവും കണക്കിലെടുത്താണ് ശമ്പള പരിഷ്കരണത്തിന് മുന്നോടിയായുള്ള ഈ നടപടി. വരും മാസങ്ങളിലെ ശമ്പളത്തിലും പെൻഷനിലും ഈ മാറ്റം പ്രതിഫലിക്കും. അന്താരാഷ്ട്ര വിപണികളിൽ അസ്ഥിരതയുണ്ടാകുമ്പോഴും ഇന്ത്യൻ വ്യാപാരത്തിന് കുറഞ്ഞ ചെലവുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. ഇതോടെ ഇന്ത്യൻ വ്യാപാര മേഖല വിദേശ ഇൻഷുറൻസ് കമ്പനികളെ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കാനാകുമെന്നാണ് സർക്കാർ പ്രത്യാശിക്കുന്നത്. പ്രാരംഭഘട്ടത്തിൽ 10 വർഷത്തേക്കാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇത് പിന്നീട് 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ സാധിക്കും. ഹോൾ ആൻഡ് മെഷീനറി, കാർഗോ, വാർ റിസ്ക് ഇൻഷുറൻസ് തുടങ്ങിയ സുരക്ഷാ മേഖലകൾ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ വിദേശ ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രീമിയമായി നൽകുന്ന പണം ലാഭിക്കാനും ഇൻഷുറൻസ് രംഗത്തെ വൈദഗ്ധ്യം വളർത്താനും ഈ നീക്കം സഹായിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. അന്താരാഷ്ട്ര ഇൻഷുറൻസ് കമ്പനികൾ ഇത്തരം യുദ്ധസാധ്യതയുള്ള മേഖലകളിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് വൻതോതിൽ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിക്കുകയോ ഇൻഷുറൻസ് നിഷേധിക്കുകയോ ചെയ്യുന്നുണ്ട്. ഇതിന് പരിഹാരം എന്നോണമാണ് കേന്ദ്രം സ്വന്തം നിലയിൽ ഈ ഫണ്ട് രൂപീകരിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഉപരോധങ്ങളും യുദ്ധ സാഹചര്യങ്ങളും കാരണം ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിക്കുകയും ഇൻഷുറൻസ് ലഭ്യത കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നീക്കം. ഇതുവരെ ഇന്ത്യ ഇൻഷുറൻസിനായി ആശ്രയിച്ചിരുന്നത് അന്താരാഷ്ട്ര ഗ്രൂപ്പുകളെയായിരുന്നു. എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിൽ ഇത്തരം ഗ്രൂപ്പുകൾ ഇൻഷുറൻസ് പരിരക്ഷ പെട്ടെന്ന് പിൻവലിക്കപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് രാജ്യം സ്വന്തമായി സംവിധാനം നടപ്പാക്കാനൊരുങ്ങുന്നത്. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷങ്ങൾ കാരണം ഹോർമൂസ് കടലിടുക്കിലടക്കം കപ്പൽ ഗതാഗതം കടുത്ത വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ പതാക വച്ച 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ വെടിവെപ്പിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ രംഗത്തെത്തിയിരുന്നു. സംഭവത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് ശനിയാഴ്ച വൈകുന്നേരം വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി ഇറാൻ സ്ഥാനപതി മുഹമ്മദ് ഫത്താലിയെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത്. ഇന്ത്യൻ വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ ഇന്ത്യ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും സംഭവത്തിൽ രാജ്യത്തിനുള്ള ആശങ്കയും പ്രതിഷേധവും വിദേശകാര്യ സെക്രട്ടറി ഇറാൻ സ്ഥാനപതി അറിയിച്ചതായും വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം ഇന്ത്യൻ കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷയ്ക്ക് ഇന്ത്യ നൽകുന്ന പ്രാധാന്യം വിദേശകാര്യ സെക്രട്ടറി ഇറാൻ സ്ഥാനപതി അറിയിച്ചു. ഹോർമൂസിൽ ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് ഇറാൻ മുൻപ് നൽകിയ സഹായങ്ങൾ എടുത്തു പറഞ്ഞു. എന്നാൽ ശനിയാഴ്ചയുണ്ടായ വെടിവെപ്പ് ഗുരുതരമായ ഒന്നാണെന്നും ഹോർമൂസിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിത സഞ്ചാരം ഇറാൻ എത്രയും വേഗം ഉറപ്പാക്കണമെന്നും വിദേശകാര്യ സെക്രട്ടറി ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ നിലപാട് ഇറാനിലെ ഉന്നത അധികാരികളെ അറിയിക്കാമെന്ന് സ്ഥാനപതി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇറാഖിൽ നിന്നുള്ള 2 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായി ഇന്ത്യയിലേക്ക് വരികയായിരുന്ന സൻമാർ, ഹറാൾഡ, സൗദി അറേബ്യയിലെ അൽ ജുബായിൽ നിന്ന് വരികയായിരുന്ന ബൾക്ക് കാരിയർ കപ്പലായ ജഗ് അർണവ് എന്നിവയ്ക്ക് നേരെയാണ് ശനിയാഴ്ച വെടിവെപ്പുണ്ടായത്. ഒമാൻ ഉൾക്കടലിൽ വെച്ച ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡാണ് കപ്പലുകളെ ലക്ഷ്യമാക്കി വെടിയുതിർത്തത്. ആക്രമണത്തിൽ ആർക്കും പരിക്കേൽക്കുകയോ കപ്പലുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് 2 കപ്പലുകൾക്കും യാത്ര തുടരാനാകാതെ മടങ്ങേണ്ടി വന്നിരുന്നു. ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമൂസിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കാമെന്ന ഇറാനിയൻ സ്ഥാനപതി മുഹമ്മദ് ഫത്താലി ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. നിലവിൽ ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ യുദ്ധക്കപ്പലുകളൊന്നുമില്ലെങ്കിലും ഒമാൻ ഉൾക്കടലിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി 2 ഡിസ്ട്രോയറുകളും 1 ഫ്രിഗേറ്ററും 1 ടാങ്കറും ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.